ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ആ ഭാഗത്തേക്ക് പോയത് തന്നെ. ആ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? അതായത് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പലപ്പം മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു വല്ലാത്ത സന്തോഷമുണ്ടാകും. കാരണം എൻ്റെ ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ എന്താകുമെന്ന് ഭയപ്പെട്ട് വന്നിരുന്നവർക്ക് അവർക്ക് വലിയൊരു ആശ്വാസം. ഭയങ്കര ആശ്വാസം. നമുക്കൊക്കെ ഭയങ്കര പേടിയാണ് ഇവരൊക്കെ ആയിട്ട് അടുത്തിടപഴകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. നമ്മൾ പൊതുവെ ടി വിയിലോ അല്ലെങ്കിൽ അങ്ങനെ സിനിമകളിലോ ഒക്കെ അങ്ങനത്തെ റോളുള്ള ആളുകളെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക, നമ്മളുമായിട്ട് നോർമൽ പീപ്പിളുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലാത്ത അവർ വേറെ ഏതോ വലിയ പൊക്കത്തിരിക്കുന്ന ആൾക്കാർ എന്നാണ് നമ്മൾ അവരെ നോക്കി കാണുന്നത്. ഒന്നുകൂടി മേലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ആയിട്ടുണ്ടാവും. അതേ സ്ഥാനത്ത് ഏറ്റവും ഉന്നതനായ പോലീസ് ഓഫീസർ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് കാണും. അത്രയും എഡ്യൂക്കേറ്റഡുമാർ, അത്രയും ട്രെയിനിങ് കിട്ടിയവരാണ് അവർ. സാർ, ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത് നമ്മൾ ഈ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു കുറിപ്പടി എഴുതാൻ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു മെഡിക്കൽ രംഗത്തുള്ള കുറച്ചെങ്കിലും വിവരം നമുക്ക് വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സാറ് ഒരു അറബിക് ട്രാൻസ്ലേറ്ററായി, അതും കോടതിയിലാണ് ആയത്, അല്ലാതെ വേറെ ഒരു അല്ലറ ചില്ലറ സ്ഥാപനത്തിലോ ചെറുകിട സ്ഥാപനത്തിലോ ഒന്നുമല്ല. അപ്പോൾ ഒരു കോർട്ടിൽ ഒരു അറബിക് ട്രാൻസ്ലേറ്ററായി മാറിയ സമയത്ത് നിയമപരിജ്ഞാനം എത്രത്തോളം ഉണ്ടായിരുന്നു സാറിന്? കാര്യം കോടതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിയമസംബന്ധമായ കാര്യങ്ങളാണല്ലോ. അപ്പോൾ ആ സമയത്ത് അവിടെ ട്രാൻസ്ലേറ്ററായി നിയമിക്കപ്പെടുന്ന സമയത്ത് സാറിന് നിയമപരിജ്ഞാനം ഉണ്ടായിരുന്നു? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഞാൻ അങ്ങനെ ഒരു ജോലി അന്വേഷിച്ച് അതിൻ്റെ ബയോഡാറ്റ കൊടുത്ത് അതിൻ്റെ ജോലിക്ക് കാത്തിരിക്കുകയോ അതല്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടുകയോ ചെയ്തൊന്നുമല്ല. മറിച്ച് ചില സാഹചര്യങ്ങളിൽ പാവപ്പെട്ട ചില ആളുകൾക്ക് ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ആ ഭാഗത്തേക്ക് പോയത് തന്നെ. അപ്പോൾ അതിന് എനിക്കെന്ത് നിയമം അറിയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്താണോ ആ പ്രതി പറയുന്നത്, അല്ലെങ്കിൽ കുറ്റാരോപിതൻ എന്താണോ പറയുന്നത് അത് ജഡ്ജിയോട് അറബിയിൽ പറഞ്ഞു കൊടുക്കുക. അദ്ദേഹം എന്താണോ പറയുന്നത് അതിങ്ങോട്ട് അറബിയിൽ പറഞ്ഞു കൊടുക്കുക. ഇതല്ലേ എൻ്റെ റോളുള്ളൂ. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയുമല്ലോ അതിൻ്റെ ഭാഷ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ. മാത്രമല്ല അവസാന സമയത്തൊക്കെ ഫയൽ ആകെ എൻ്റെ കയ്യിൽ തരില്ലായിരുന്നു. കേസിൻ്റെ ഫയലേ കയ്യിൽ കിട്ടും. എന്നിട്ട് ആ കേസിൻ്റെ ഫയൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓരോന്നിൻ്റെയും റൂള്, അതിൻ്റെ റൂട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അതവർക്ക് ധാരണ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൽ ഒരു ഭാഷ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഒരാൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഒരു നിയമം ആവശ്യമില്ലല്ലോ. കാരണം ഞാൻ അവരുടെ കൂടെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ കേട്ടുകൊണ്ടും അതങ്ങനെ തന്നെ എനിക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ കാരണം. പിന്നെ അതിൻ്റെ അന്യത്വം അല്ലല്ലോ അവിടെ. ആ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? അതായത് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സീൻ എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ഓക്കെ, അതിൻ്റെ ഒരു 2-3 രീതിയുണ്ട്. ഒരു രീതി സാധാരണ ഇപ്പം 3 ജസ്റ്റിസുമാർ, അതായത് വലിയ കേസൊക്കെ ആണെങ്കിൽ 3 ആളുണ്ടാവും. സാധാരണ ചെറിയ കേസ് ആദ്യത്തെ ഒരു സിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു ചേംബറിൽ ഒരു കാളി എന്നാണ് ജസ്റ്റിസിന് കാളി എന്ന് പറയും. കാളിയുടെ ചേംബറിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വലതു ഭാഗത്തു ഒരു സെക്രട്ടറി ഉണ്ടാവും. ഈ 2 സെക്രട്ടറിമാരുണ്ടാവും. ഏതായിരുന്നാലും പ്രധാനപ്പെട്ട സെക്രട്ടറി ആണ് ഈ കാര്യങ്ങൾ എഴുതുക. അദ്ദേഹത്തിന് വല്ലതും വന്നാൽ മറ്റുള്ളവർ എഴുതാൻ വേണ്ടി കാത്തിരിക്കും. ഇത് വാമൊഴിയെ വരമൊഴിയാക്കുക എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സഡൻലി അത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ CCTVയിലോ മറ്റു പലതിലോ റെക്കോർഡിങ് നടക്കും ആ ഒരു കോടതി കാര്യങ്ങൾ. പക്ഷെ അതോടൊപ്പം തന്നെ പറയുന്നത് ഓരോന്നും എഴുതിക്കൊണ്ടിരിക്കും. ഖാദി സമയമെടുത്തുകൊണ്ട് ഇവരോട് പറഞ്ഞു കൊടുക്കും. അതായത് റിപ്പോർട്ടുകൾ ഓരോന്നും എഴുതിക്കൊണ്ടിരിക്കും സെക്രട്ടറിമാർ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു പ്രതിയെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനായ ഒരാളെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു കളവ് കേസിൽ പ്രതിയാണെങ്കിൽ ഖാദി പറയും നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളുടെ പേരെന്താണ്? ഷിസ്മക്കിൻ ഹബീബി. അപ്പോൾ പേര് പറയും. അപ്പോൾ ഞാൻ ആ പേര് ഇദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കും. നെക്സ്റ്റ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിയെ ഇന്ന വ്യക്തിയാണ് ഇരിക്കുന്നത് ഉറപ്പുവരുത്തും. അതാണ് ഒന്നാമത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ഇന്ന കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖാദി അറബിയിൽ പറയും. ഞാൻ പറയും നിങ്ങളുടെ പേരിൽ ഇന്ന കുറ്റം ആരോപിക്കപ്പെടുന്നു. മസലൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ 10,000 ദിർഹം കളവ് നടത്തിയതായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ചോദിക്കും. ആ സമയം അദ്ദേഹം പറയുന്നത് തിരിച്ചു പറഞ്ഞു കൊടുക്കും. ഞാൻ ചെയ്തില്ല എന്ന് അദ്ദേഹം മസവ് അയാൾ പറയുന്നു ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തെളിവ് ആ ഒരു ഡിസ്കഷനാണ് മണിക്കൂറുകൾ നടക്കുക. ആ ഡിസ്കഷനിൽ കോടതി തെളിവനുസരിച്ച് പറയും. ഓക്കെ, ഈ ഒരു ചർച്ച നടക്കും.
പലപ്പോഴും ഞങ്ങളുടെ അതായത് ട്രാൻസ്ലേറ്റർമാർക്ക് ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ട് പല കോടതിയിലും. ഇപ്പം ഞാൻ ജോലി ചെയ്തിരുന്ന കോടതികളിലൊക്കെ ഞങ്ങൾ അൽ മുത്തർജിം മുത്താവിൻ എന്നാണ് ഞങ്ങളുടെ പേരിൽ. അതായത് അവിടുത്തെ സ്റ്റാഫല്ല, അംഗീകൃത കോടതിയുടെ സ്റ്റാഫും അതായത് അംഗീകൃത ട്രാൻസ്ലേറ്റർമാരുണ്ട്. ഈ അംഗീകൃത ട്രാൻസ്ലേറ്റർമാർക്ക് വൈഡായ ആംഗിളില്ല, കാരണം അവിടെ മാത്രമല്ല, ഞങ്ങൾക്ക് എവിടെയും പോയി ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ഒരു പൊസിഷൻ. അപ്പോൾ അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ ജസ്റ്റിസുമാരിരിക്കുന്ന തൊട്ടടുത്ത് തന്നെ നമുക്കും ചാൻസ് ഉണ്ടാകും. അപ്പോൾ ഈ വരുന്ന പ്രത്യേകിച്ച് മലയാളികൾ പലരും നമ്മളൊക്കെ കാണുമ്പോൾ മലയാളിയാന്ന് സ്വാഭാവികമായിട്ടും മനസ്സിലാവുമല്ലോ. അപ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പലപ്പം മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു വല്ലാത്ത സന്തോഷം ഉണ്ടാകും. കാരണം എൻ്റെ ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ എന്താകുമെന്ന് ഭയപ്പെട്ട് വന്നിരുന്നവർക്ക് അവർക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടാകും. അത് പലപ്പോഴും അത് കണ്ട് സന്തോഷം കൊണ്ട് കരയുക പോലും ചെയ്തവരുണ്ട്. അവസാനം ഒരു ഗൈഡ് ലൈനും കൊടുക്കാൻ സാധിക്കും. എന്താണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഒരു കോടതിക്ക് അംഗീകൃതമായ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. എക്സ്ട്രാ പറഞ്ഞാൽ അത് പ്രശ്നമാണ്. കാരണം നമ്മളൊരു ഔദ്യോഗിക ചെയറിലിരിക്കുന്ന എന്തിനാണ്, ട്രാൻസ്ലേഷൻ ചെയ്യാനാണല്ലോ. അതിലപ്പുറത്തേക്ക് പറയാനായിട്ട് പറ്റൂല. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ജഡ്ജിമാരുടെ ഒക്കെ ഒപ്പം തന്നെയാണ് നമ്മുടെ വരുന്നത്, ഒന്നിച്ച് തന്നെയാണ്. സാധാരണ നമ്മള് ഈ വെറും സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്കൊക്കെ ഭയങ്കര പേടിയാണ് ഇവരൊക്കെ ആയിട്ട് അടുത്തിടപഴകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. നമ്മൾ പൊതുവെ ടി വിയിലോ അല്ലെങ്കിൽ അങ്ങനെ സിനിമകളിലോ ഒക്കെ അങ്ങനത്തെ റോളുള്ള ആളുകളെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക, നമ്മളുമായിട്ട് നോർമൽ പീപ്പിളായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലാത്ത അവർ വേറെ ഏതോ വലിയ പൊക്കത്തിരിക്കുന്ന ആൾക്കാർ എന്നാണ് നമ്മൾ അവരെ നോക്കി കാണുന്നത്. പക്ഷെ സാറിന് ഈ കോർട്ടിൽ വർക്ക് ചെയ്ത സമയത്ത് ഈ ജഡ്ജിമാരുമായിട്ടും അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റ്സുമായിട്ടും അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സും ഒക്കെ ആയിട്ട് ഈ ക്ലോസ് കോണ്ടാക്ട് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അവരൊക്കെ എങ്ങനെയാണ് അതിൽ ഏറ്റവും മുകളിലേക്ക് പോകുന്തോറും ഹൈ ലെവലിൽ എത്തുന്നവർ സോഫ്റ്റ് മനുഷ്യന്മാരായിരിക്കും. അതായത് ഒരു വലിയൊരു പോലീസ് ഓഫീസർ അടുത്തെത്തിയാൽ സാധാരണ പോലീസ് ഫസ്റ്റ് സെക്യൂരിറ്റിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഒരു അകത്തേക്ക് കയറാൻ ചിലപ്പോൾ അനുവാദം തന്നെ കിട്ടൂല. കാരണം അയാളുടെ സ്വഭാവമായിരിക്കും. ഒന്നും കൂടി മേലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ആയിട്ടുണ്ടാവും. അതേ സ്ഥാനത്ത് ഏറ്റവും ഉന്നതനായ പോലീസ് ഓഫീസർ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് കാണും. കാരണം അത്രയും എഡ്യൂക്കേറ്റഡുമാർ, അത്രയും ട്രെയിനിങ് കിട്ടിയവരാണ് അവരൊക്കെ. ഞാൻ സൗദി അറേബ്യയിലെ എൻ്റെ ഏറ്റവും നല്ല അനുഭവങ്ങളിൽപ്പെട്ടത് അതാണ്. അതായത് നമുക്ക് ഉന്നതരായ പോലീസ് ഓഫീസർമാരെ നമുക്ക് ഫോൺ ചെയ്ത് എപ്പോഴും സംസാരിക്കാം, എപ്പോഴും എന്ന് പറഞ്ഞാൽ അവരെ ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ. കാരണം അത്രയും മാന്യന്മാരായ ആളുകളാണ് അവിടെ ജസ്റ്റിസുമാരായാലും അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് ആയാലും. പക്ഷെ നമ്മളെ ആ ഭാഷ കൊണ്ട് നാം ബന്ധം സ്ഥാപിച്ചെടുത്താൽ മാത്രമാണ് അതിൻ്റെ ഇതുണ്ടാവുള്ളൂ. നമ്മൾ ഈ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും നമുക്ക് പേടിയാണ് അവരോട് സംസാരിക്കാനോ നമ്മുടെ പ്രശ്നങ്ങൾ ഓപ്പൺലി പറയാനൊക്കെ. യാതൊന്നും പേടിക്കേണ്ടതില്ല. ഏത് സമയത്തും നമുക്ക് അവരോട് സംസാരിക്കാൻ വളരെ സന്തോഷം ഉണ്ടാകും. കാരണം പക്ഷേ സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു നീതിയുടെ നന്മയുടെ പക്ഷത്തുള്ളവരാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ്. നമ്മൾ തരികിട ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് കരുതി എന്തെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി പോയാൽ പിന്നെ അതോടുകൂടെ ബന്ധമേ ഇല്ലാതാകും. നമ്മൾ ഈ കോർട്ടിൽ ഒരുപാട് കേസുകൾ സാർ ഡീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഡീൽ ചെയ്യേണ്ടി വന്നിരുന്ന ഒരു കേസ് പറയുകയാണെങ്കിൽ ഏതായിരിക്കും അത്? ഞാൻ ആദ്യം തന്നെ ഡീൽ ചെയ്തൊരു കേസായിരുന്നു അബൂറാഫി കേസ് എന്ന് പറയുന്നൊരു കേസ്. അതിൽ ഒരു കാലത്ത് ഏതോ ഒരു എപ്പിസോഡിൽ മാഡത്തിനോട് ഞാൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ അദ്ദേഹത്തെ 3 തവണ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളെ 2 തവണ വിധിക്കുകയും 3-ാം തവണ വെറുതെ വിടുകയും ചെയ്തെന്ന് തോന്നുന്നു. ആ ഒരു രംഗത്ത് അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അതിൽ വലിയൊരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം സൗദി പൗരനാണ്, ഹൈദരാബാദിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ട് 3 ദിവസമേ ഇനി ബാക്കിയുള്ളൂ അപ്പീൽ കൊടുക്കാൻ വേണ്ടി. ആ അപ്പീൽ കൊടുക്കാൻ 3 ദിവസമേ ബാക്കിയുള്ളൂ. അതിൽ അദ്ദേഹം എനിക്ക് പ്രതീക്ഷ വന്നു. അങ്ങനെ അപ്പീൽ കൊടുക്കേണ്ട വാക്കുകൾ ഒരു 3 മണിക്കൂർ സമയമെങ്കിലും ഇടമുറിഞ്ഞ് ഒരു ദിവസം മുഴുവനും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് എന്തായാലും അപ്പീൽ കൊടുത്തത്. ആ സമയത്ത് അദ്ദേഹമൊക്കെ എന്നെ വല്ലാതെ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. കാരണം കുറേ ആൾ ഉറുദു പറയും, ഞാൻ ഉറുദു പറയും, കുറേ സമയം അറബി പറയും, ഞാൻ അറബി പറയും. അങ്ങനെ പറഞ്ഞ് അതായത് അതുവരെ ഇടപെട്ട കേസിലെ ലോ പോയിന്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ എന്താക്കിയത്, ആ അപ്പീൽ കൊടുത്തത്. ആ അപ്പീൽ സ്വീകരിച്ചു. അതുവരെ മുൾമുനയിലാണ്. കാരണം 3 ദിവസമേ ഇനി എന്താക്കുള്ളൂ ഈ മനുഷ്യനെ അഥവാ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനുള്ള വഴിയുള്ളൂ. അത്തരം കുറേ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ
അവർക്കൊക്കെയും ഇനിയും സാധ്യതകൾ ഇപ്പോഴും സൗദി അറേബ്യ ഉൾപ്പെടുന്ന എല്ലാ പ്രദേശത്തും കമ്മ്യൂണിറ്റി വെൽഫെയർ ടീം സജീവ സാന്നിധ്യത്തിൽ അവരുടെ തന്നെ സമ്പാദ്യമെടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന എത്രയോ ആളുകൾ, നല്ല മനുഷ്യരുണ്ട്. അതുകൊണ്ടൊക്കെയാണ് വിദേശ രാജ്യങ്ങളിൽ അത് മലയാളിക്ക് ഇപ്പോൾ ഹിന്ദിക്കാർ അല്ലെങ്കിൽ മറ്റു പല രാജ്യത്തുള്ള ആളുകൾക്കും മലയാളിയുടെ ഈ ഒരു മൈൻഡ് കിട്ടിയിട്ടില്ല. അവരുടെയൊക്കെ ഹെൽപ്പ് മലയാളി കമ്മ്യൂണിറ്റി ടീമിൻ്റെ ഹെൽപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ എംബസിയുടെ സപ്പോർട്ടൊക്കെ അതിന് വളരെയധികം അകമഴിഞ്ഞ സപ്പോർട്ടും കിട്ടുന്നുണ്ട്.